ഒരാളെയാ അവനൊന്നും വയറ്റ് ഒഴിക്കട്ടെ അളിയാ? നീ കറപ്പ് പോതെയാ നീ വയറ്റ് വീഴല മറ്റേ എനിക്ക് വേണം ഉച്ചപ്പ് ചുമ്മാ വാരി തിന്നായടാ. ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ കഥയിൽ കൂട്ടുകാരോടൊപ്പം ഭർത്താവ് മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാണ്ടേ വിളിച്ചു വരുത്ത്. ഈ പ്രശ്നം ഇവിടെ തീർക്കണം. വിളിച്ചു വരുത്ത്. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോൾ ഉണ്ടായ വഴക്ക് കയ്യാങ്കളിയിൽ കലാശിച്ച അവസ്ഥയിൽ ഭാര്യയെ മറ്റൊരു കാര്യം പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. പ്രസവം അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഞാൻ നിൽക്കുന്നിടത്തോട്ടാക്കും, നമുക്ക് ഇവിടുന്ന് അങ്ങ് പോവാം. പ്രസവം അങ്ങോട്ട് വരും, ആ ആട്ടോയ്ക്ക് ഇറങ്ങോട്ട് വാ, കല്ലുംപുറത്തോട്ട് വാ, ഞാൻ അവിടെ പോണ്ട്. കല്ലുംപുറത്ത്. ആ പ്രാങ്ക് ചെയ്യേണ്ട ഭാര്യ ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? സത്യം പറഞ്ഞ എനിക്ക് എന്നെ അറിഞ്ഞോട്ടോ, മനസ്സിലായടാ? എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ ഇയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാ നിങ്ങളടുത്തല്ലേ പറഞ്ഞത്. ഇയാൾക്ക് എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാ എന്നെ ഇവിടെ വിളിച്ച് വരുത്തിപ്പിച്ചിട്ട് ഈ തോന്നിയത് കാണിക്കുന്നത് ശരിയല്ല. നീ രാവിലെ വന്ന് ശരിയാ. നിങ്ങൾ കൂടുന്നവരല്ലേ, പിന്നെ അല്ലല്ല മെല്ലെ സംസാരിക്കും. ഇത് ആര് വൈഫായിരിക്കും വരാൻ പറഞ്ഞായിരുന്നു. ചേച്ചി ഞാൻ വെയിറ്റ് പിന്നെ ഇവിടെ കിടന്ന് പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കിയത് കഷ്ടം തന്നെ. നീ പോയി നിന്റെ ഭാര്യയെ വിളിച്ചെന്തിന്? നിന്റെ അടുത്ത് പറഞ്ഞ നിന്റെ ഭാര്യയെ വിളിക്കാനായിട്ട്? ഞാൻ വിളിച്ചില്ല. ഇവ എന്നോട് ഞാൻ ചൊരുത്തിയ വേല സീത. നീ ഇത് എവിടെ നിന്ന് വന്ന്? അളെ നീ അവന്റെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ? അവനെ ഞാൻ തീക്കും. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നയാ. നീ രാവിലെ എന്നെ വിളിച്ചു വരുത്തിയാന്നോ? ഞാൻ ഇല്ലെങ്കിൽ ഇത്രയും താമസിക്കത്തില്ലായിരുന്നു. ഇതാര്? വൈഫാ. നിങ്ങൾ ഈ പ്രശ്നം ഉണ്ട് ഞാൻ പറഞ്ഞ ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അളെ നീ പറഞ്ഞില്ലേ ആളെ എന്തിനു വിളിച്ചു വരുത്തിയത്? ചേച്ചി ഇത് എന്റെ ഭർത്താവാണ്. രാവിലെ ഇറങ്ങും, ജോലി എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങും. ഇയാളെ എനിക്കറിയാം, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നിട്ട് കുടിയാണ് പണി. ഈ പെണ്ണും ഉണ്ട് എന്റെ കൂട്ടിന്. ചേച്ചിക്ക് അറിയാമോ ഇത്? ഈ ഒരു കൂട്ട് എത്ര ദിവസം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അറിയാമോ ഇത് പിടിക്കാനായിട്ട്? ഓഫീസ് ഞാൻ അഡ്രസ് വാങ്ങാനായിട്ട് വന്നാടി. വീണ്ടും ഫോൺ ചെയ്ത എന്റെ പേര് ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സഹോദരി രാവിലെ വന്ന് ആരെ അടിച്ച് തീർത്തിട്ട് എന്റെ പൈസ കുടിച്ചിട്ട് ഇപ്പം കുടിച്ചിട്ട് എന്നെ ചീത്ത വിളി. ഞാൻ തുളയ്ക്കണേ. പ്രശ്നം ഉണ്ടാക്കാതെ അളിയന്മാരെ എന്തോന്നടേ ഇത്? നീ ആളെ അവിടെ ഇരിക്കുക. നമ്മൾ ഒന്നിച്ചിരുന്നാണോ? ഒന്നിച്ചിരുന്നേക്കെ തന്നെ എന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്നോട് ഷോർട്ട് ഫിലിം ഒന്നിച്ചില്ലേ? അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ പോകാൻ വന്നാണോ ഇവിടെ വന്ന്? എനിക്ക് ഞാനൊരു ബാങ്കിലെ സെക്രട്ടറി, ഞാൻ അതുപോലും മാറ്റി വെച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ. ചേച്ചി ഇത് കേൾക്കണം. ഇത് എത്ര പ്രാവശ്യമായെന്നറിയാമോ ഈ ഓരോരുത്തരെ വായിന്ന് ഞാൻ ഇത് കേൾക്കണം. എന്റെ ഒരു അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണിന്റെ കൂടെ മനസ്സിലാക്കണം. കണ്ട പട്ടിയെ തുറന്നു വിട്ടിട്ട് നിന്നത്, 2 പട്ടിയെ തുറന്നിട്ട്. നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല അവനെ ഞാൻ തീക്കും, ഇവനൊന്നും കൊണ്ടുപോകില്ല. അവൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഇവൻ എന്നെ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടാ? തീക്കുന്നില്ല. നീ അങ്ങനെ എന്റെ പൈസ നീ എന്റെ ചാരായം കുടിച്ചിട്ട് എന്റെ ഭാര്യ അവിടെ പഞ്ചായത്തിന്റെ ആധാരം എഴുതുന്ന സെക്രട്ടറി വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്? ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. പ്രശ്നം ഇതൊന്നും പറഞ്ഞതുമില്ലല്ലോ എന്റെ അടുത്ത്. ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഇവിടെ, അടിയും ബഹളവും. ഞാൻ ഇങ്ങനെ പേരിൽ കേസ് കൊടുക്കും. ഇത് എത്രാമത്തെ പ്രാവശ്യം പറയുമ്പോ ചേട്ടനെ വിളിച്ചോണ്ട് പോണത് ഇങ്ങേര്? അത് എനിക്ക് അറിയത്തില്ല പുള്ളി, ഞാൻ ആദ്യമായിട്ട് കാണുമോ? പക്ഷെ ഇവര് കാണുന്നുണ്ട് സ്ഥിരം. നമ്മള് 3 പേരും നല്ല സുഹൃത്തുക്കളാ. എന്റെ ആധാരം എഴുതി എന്റെ ഈ വസ്തുവിനെ കൂടുതലായിരിക്കാം പാട്ടി. നിങ്ങൾക്ക് കുടുംബമൊന്നും ഇല്ലേ? കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. ഞാൻ എങ്ങനെ പൊക്കോട്ടെ. എന്റെ മദ്യമായി കുടിച്ചിട്ട് 2500 രൂപയായി. രണ്ട് എന്റെ പ്രമാണം ക്ലിയർ ചെയ്യാതെ ഇവിടുന്ന് പോകൂല. അതല്ലല്ലോ അളിയ ഇവിടുത്തെ പ്രശ്നം. എന്റെ കുഴപ്പമില്ല. രാവിലെ ഇറങ്ങും. രാവിലെ ഇറങ്ങും, എനിക്കും അറിയാം സംഭവം. എനിക്ക് ഇങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ല.
അവിടെ രാവിലെ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ട് ഇറങ്ങും, വൈകുന്നേരം ഉച്ചക്കൊക്കെ വരണം. ഇത്രയും നേരം ഇപ്പൊ ആ ഓഫീസ് വീട്ടിൽ കുത്തിയിരിക്കുമല്ലായിരുന്നു. നേരെ ഹോസ്പിറ്റലിൽ പോണെന്ന് പറയാം, എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ച ആളാണെന്ന്. സീതേ, നീ ആവശ്യമില്ല സംസാരിക്കുന്നത്. എന്റെ ചേട്ടൻ, ഞാൻ എന്റെ ചേട്ടന്മാരെ വിളിച്ചോണ്ട് വരും. ഇത് എന്റെ ചേട്ടൻ ഹസ്ബൻഡ് നോക്കുന്ന വീടാണ്. ആ ആൾ അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, എന്ത് സംഭവിക്കുമെന്ന്. ഒന്നും പോവില്ല. നിങ്ങളുടെ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ ഈ കൊച്ചു പറഞ്ഞപ്പോ മാത്രമാണ് എനിക്ക് ഇപ്പൊ ഇത് അറിയാവുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലേ ഇപ്പൊ ഇത്? എന്റെ ഹസ്ബൻഡ് ആണ്. പുള്ളി കുടിക്കുമെന്ന് എനിക്കറിയാം. അറിയാം. അപ്പൊ അതെനിക്കറിയാം. കുടിച്ചോണ്ടാണ് ഫ്രണ്ട്ഷിപ്പ് ഞാൻ നിങ്ങളെ സീരിയൽ മറ്റേ എന്തോ സ്വയംവരത്തിനകത്ത് മറ്റേ മല്ലികാമ്മയുടെ കൂടെ മാത്രമേ ഞാൻ സീരിയൽ കണ്ടിട്ടുണ്ട്. അതെന്റെ പ്രൊഫഷനാണ്. ഓക്കേ. പിന്നെ എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്കറിയില്ലല്ലോ. അതെന്റെ കുറ്റമല്ലല്ലോ. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ ഞാൻ അവന്റെ ഫ്രണ്ടാണ്. ഓക്കേ, ആയിക്കോട്ടെ. അവന്റെ ഫ്രണ്ടാണ് ഇത്. ചെയ്തോ? ഈ പുള്ളി ഒരു ഓഫീസിൽ ഉത്തരവാദിത്തമായിട്ട് അവിടെ നിന്ന ആളാണ്. അവിടെ നിന്നപ്പോഴാണ് ഒരു ആധാരത്തിന് ദാനം. ഞാൻ രാവിലെ ഇന്ന് ഞാനൊരു ബാങ്കില് മാനേജരാ. ഞാൻ ഇന്ന് അതിന് പോകാതെ എന്നോട് ലീവ് എടുത്ത് നിൽക്കാൻ പറഞ്ഞു. മുടവൻ ഒരു ഡോക്ടറുണ്ട്, കാല് വയ്യ, തീരെ വയ്യ, നടക്കാൻ പോലും പറ്റത്തില്ല. ഇതിനൊരു കുഴപ്പമില്ലല്ലോ ചേച്ചി. കാല് ഒത്തിരി ഉള്ളത് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ശരി എങ്കിൽ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു അവിടെ ഒരു ഡോക്ടറെ കാണാൻ പറ്റത്തില്ല, അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞ ഡോക്ടറെ കാണുള്ളൂ. ഇതാണോ ഫ്രണ്ട്സ് പറഞ്ഞ ഡോക്ടർ? നല്ല ഫ്രണ്ടാണ്. ഈ ഡോക്ടറെയാണോ കാണാൻ വന്നത് ഇന്ന്? ഇങ്ങേരെ കൂടെ കുടിക്കാൻ വേണ്ടി എന്റെ എത്ര സ്വർണം കൊണ്ടൊന്നും ഇയാള് വിറ്റിട്ടുണ്ടോന്നറിയാം. ഇതൊക്കെ എന്ത് കേൾക്കുന്നു? അതൊക്കെ നിങ്ങൾ ഇവരും കാണും എന്റെ കൂടെ. ഞാനിപ്പോ എന്തു ഇതൊക്കെ കേൾക്കുന്നത്? ആരോടെ ഞാൻ കേൾക്കോ ഇതൊക്കെ? എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ സാധനം എല്ലാരും വിളിച്ചു വരുത്താനായിട്ട്. എല്ലാരും വിളിക്കട്ടാ എന്നാ. എല്ലാരും വിളിച്ചാ എന്തോ സാധനം ഇല്ലെന്ന്. ഞാൻ ഈ സാമാനം അടിക്കുന്ന ആളല്ല. എന്താ ചീപ്പാണ് ഇയാള്? വേറെ ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, മോശമൊന്നും പറഞ്ഞില്ലല്ലോ. എന്തോ സിനിമ സീരിയലിലൊക്കെ നടക്കുള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതം നമ്മളൊക്കെ വേറെ പാവപ്പെട്ട ആൾക്കാര്, ജോലി ചെയ്ത് അന്നന്ന് കഴിയുന്ന ആൾക്കാരാ. ശരി, മറ്റേ ആൾക്കാരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയണം. ഈ കൊച്ചു പറഞ്ഞപ്പോഴല്ലേ ഞാൻ ഈ കൂട്ടിടും. ഇയാളെ നേരത്തെ തന്നെ ഒന്ന് വിളിക്കാൻ ഞാൻ തരാം. ഇങ്ങനത്തെ സംഭവം ചേച്ചി എന്നെ ഇതിനകത്തോട്ട് കേറ്റുന്നില്ല. പട്ടി കണ്ടോ, പട്ടിയെ തുറന്നു വിട്ടേക്കണത്. ഈ മനുഷ്യൻ ഒരു വൈഫിനെ ചെയ്തതാണ് കൂട്ടുകാർക്ക് വേണ്ടി. ഇങ്ങേര് ഇയാളുടെ കൂടെ കുടിക്കാൻ വേണ്ടി പറ്റിപ്പോയി. അമ്മയെല്ലാം വിളിക്കാം. അമ്മ അനിയനെയും എല്ലാരും വിളിക്കാം. ആരെയും വിളിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്? ചേച്ചി നാണക്കേടാണ് ചേച്ചി. അമ്മയൊന്നും വിളിക്കാം. അനുവദിക്കത്തില്ല. അമ്മയെ വിളിച്ച ആ സ്ത്രീകളെ ഒന്നും അറിയിച്ച് ഇതാക്കല്ലേ ചേച്ചി. ചവിട്ടിയാ നോക്കും. നില്ല ചേച്ചി, നില്ല. അല്ലെ നീ ഒഴിയല്ലേ, നീ ഒഴി. ഒഴിക്കുന്നില്ല. ഈ മനുഷ്യൻ രണ്ടെണ്ണം കിട്ടാത്ത. വേണ്ട വേണ്ട ചേച്ചി, എല്ലാരും വിളിച്ച് അറിയിക്കല്ലേ. നിന്റെ പെണ്ണുമ്പിള്ള എന്തോ എന്ത് സ്ത്രീ ഇവര്. ഇത് വേടാ എന്തോ പുരുഷനാണെന്നോ മറ്റു ഞാൻ നോക്കട്ടെ. ഓഹോ, അപ്പൊ അത്രയും ബന്ധമൊക്കെ ഉണ്ട്. ചേച്ചി എല്ലാരും വിളിച്ചറിയിച്ച് അടിച്ചാലും ഞാൻ മാത്രം ചെയ്യണോളൂ. ഇനി എനിക്ക് ബാങ്കിൽ എന്നെ തിരക്കി ആൾക്കാർ ഇരിക്കുന്നു. ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എവിടെ പോണ? സൗരി ഞാൻ ഇന്നും ഇന്നലായിട്ടുള്ള ബന്ധമല്ല. ചേട്ടാ, എന്റെ ചേട്ടന്മാർ അറിഞ്ഞ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. രണ്ടുപേർക്കും കിട്ടും ചേച്ചി. അങ്ങനെ ഒരു കാര്യം അങ്ങ് പൊട്ടിപ്പിച്ചോ. ആളിയന്മാരെ വിളിച്ചാൽ ഞാൻ എന്തോ അതൊരു പെണ്ണിന്റെ അവര് പിണക്കം പറയും, നമ്മൾ പിണക്കം പറയും. പിണങ്ങിനെ അറിയാം. എനിക്ക് വയ്യ ദൈവമേ. ഞാനും എന്റെ അളിയനോട്ട് പിന്നെ അളിയ അത് വേറെ ക്ലാസ് ഉണ്ടോ? ഗ്ലാസ് ചേട്ടാ മറ്റേ അളിയ
അളിയ മാറ്റളിയ കൂടിയ സാധനം അത് കൂടിയ സാധനം 2 മിനിറ്റ് സമയം ഞാൻ തരും. എന്റെ ഇല്ല. കൂടെ വന്നില്ലെങ്കിൽ ഇന്ന് നീ എന്റെ ഫോൺ ഇല്ലടാ ചേട്ടാ ഇല്ലടാ നീ അവിടെ ചേച്ചി ഇത് നേരത്തെ എന്നെ അടിച്ചു ഇനി ഞാൻ കൊടുക്കില്ല. ചുമ്മാ ഇരി. അതെ ഒന്നും അടിച്ചു പോയി അടിക്കാൻ നീ പോവില്ല അടിക്കാൻ നീ പോവില്ല കഴിച്ചോ. എന്റെ ചേട്ടാ ഞാൻ മണ്ടടിച്ചാ പൊട്ടിക്കും. നീ എന്റെ വീട്ടിൽ ഈടാ ചേട്ടാ ഞാൻ മണ്ടടിച്ച് പൊട്ടിക്കും. സത്യമായിട്ട് മണ്ടടിച്ച് പൊട്ടിക്കുവേ. ഇങ്ങനെ ഓരോ കേട്ടോ? ഇങ്ങനെ അകപ്പെടുന്നതെന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. നിങ്ങൾ കേട്ടോ? ഗൗരി എന്റെ ക്ഷമയുടെ നെല്ലിപ്പല്ല കണ്ടിരിക്കും ഞാൻ. ചുമ്മാ ഇരി, ചുമ്മാ ഇരി, ചുമ്മാ ഇരി. ഇരി. ഈടാ. ഇല്ലടാ, നീ പറയുമ്പോ എനിക്കാരോടാ ഞാൻ നീ ഇവിടെ പോവൂല നീ ഇവിടെ പോവൂല പോയാല് ഹോസ്പിറ്റലിൽ പോണോ എന്റെ അടിക്കാതെ അവൻ പോവൂല നീ കുടിച്ചിട്ട് പോയാ കുടിച്ചിട്ടാ കുടിച്ചിട്ട് പോയാ ചേട്ടായി എന്റെ കണ്ണാടി മുട്ടാനാ തരും. കുടിടാ ഞാൻ പോലീസ് നീ കുടിച്ചിട്ട് പോയാ നീ കുടിടാ ചേട്ടാ അടിയടാ നിനക്ക് അടിക്കാൻ അടിയടാ നീ കുടിച്ചിട്ട് പോയാ അടിക്കാൻ അടിയടാ നീ കുടിടാ നിനക്ക് അടിക്കാൻ അടിയടാ അടിക്കാൻ അടിയടാ ഒറ്റ പഞ്ച് നീ ഇല്ല ചേട്ടാ നിനക്ക് അടിക്കാൻ അടിയടാ പിടിച്ച് മാറ്റി. ഒന്നെ അടിക്കാൻ അടിയടാ എന്നാ ഒറ്റ പഞ്ച് നിനക്ക് അടിക്കടാ വിടടി. അവനെ ഫോൺ എടുത്തേ. എന്റെ വീട്ടിൽ നിന്ന് ചേട്ടാ ഒന്നാമതാ പോടെ അവിടെ പോയിടാ നീ പോടാ നീ അവിടെ നീ കുടിച്ചിട്ട് വ്യാധി ചേട്ടാ അവൻ ഒരു പക്ക് അടിച്ചിട്ട് വ്യാധി ഇതാണ് വിഷയം. ഇവിടെ ഇതാണ് വിഷയം. കുടിക്കുന്ന സൗകര്യം കൊല്ലും ഞാനിക്ക് ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ ഞാൻ എന്തോ തമാശ കളിക്കുന്നതൊക്കെ വേണ്ട. ഇയാളുടെ പ്രശ്നം തീർന്നോളാം. പിന്നെ ഞാൻ എന്തോടെ പ്രശ്നം? അവൻ ഒരെണ്ണം അടിച്ചിട്ട് വ്യാധി ഒരെണ്ണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. അവൻ അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോട്ടെ ന്യായമായ കാര്യമല്ലേ ഞാൻ പറയുന്നുള്ളൂ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നുമല്ല നീ നിന്റെ കാൻ നോക്കിക്കോളാം നിങ്ങളുടെ മദ്യമാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ പിടിച്ചൊരു പൂക്കളെ വന്നിരിക്കും. ഞാൻ തൊളിച്ചളഞ്ഞു തോന്നടേ. അല്ലേ നീ ഇങ്ങനെ വിഷയം ഞാൻ വരത്തില്ലായിരുന്നു കേട്ടാ. അതെ നമ്മൾ ഇന്നുവരെ അങ്ങനെ ഞാൻ അറിഞ്ഞോ ഇയാൾ ഇത്തരം വിഷയം ഉണ്ടാക്കും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനാണ് ഞാൻ കഥ പറയണ്ട. ഞാൻ ഇവളുമായിട്ട് വെള്ളമടിയാന്ന് ഞാൻ ഇന്ന് അറിഞ്ഞേ. അതിന്റെ ബാക്കി വീട്ടിൽ. അത് ബാക്കി വീട്ടിൽ. പക്ഷെ നീ ഇതൊന്നും കുടിക്കാൻ നീ പോവില്ല ഒരു പക്ക് നീ കുടിച്ചിട്ടേ പോവൂ ഇങ്ങനെ വെള്ളം കൂടി കാരണം അവിടെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാ. ഇത് ഇങ്ങനാണെന്നുള്ള ഒരു വേർഷൻ ഞാൻ ഇന്ന് അറിഞ്ഞ. എന്തുവാ എന്തോ ഞാൻ പോവാ ഹോസ്പിറ്റലിൽ പോകാൻ പോവാന്നോ? ഒരു തുള്ളി സാധനം നിങ്ങൾ ഇന്ന് കഴിച്ചിട്ടാ എന്റെ കൂടെ വരുന്നെങ്കിൽ ഇന്ന് ഈ 70 പഞ്ചായത്ത് മൊത്തം അമ്പളികുമാറിനെ തനി കുണം കാണും. ഇറങ്ങും. ശകലം ഇല്ല, മുക്കാലും ഇല്ല, തേങ്ങ കൊലയും ഇല്ല. ചേച്ചി അന്ന് ആള് വന്ന് തുറക്കും. നിങ്ങൾ നോക്കട്ടെ നോക്കട്ടെ ഞാൻ നോക്കട്ടെ നോക്കട്ടെ. ആടാ ബില്ല് എന്നായി നിങ്ങളുടെ വീട് അതെ വിടട്ടാ എന്താ ഇവിടെ ആളെയാ അളിയനാ ഓ സാറാ ഇത് അല്ലേ? ഇവൻ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ഇവിടെ നിന്നെ ഈ വീട് നോക്കാനാണ് ഏൽപ്പിച്ചത്. ഇങ്ങ് വന്നേ. നീ എന്താ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? ഇയാളാരാ? നിങ്ങളാരാ? വന്ന്. ആളെ യവൻ എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എവിടെ വിളിച്ചോണ്ട് വന്നു? എന്റെ പൊന്നു സാറേ, ഞാൻ പറയാം. ആ പറഞ്ഞു. പുള്ളിയുടെ വൈഫാണ്. ആ. പുള്ളി അവിടെ എഴുതണം ആധാരം എഴുതുന്ന ആളാണ്. ആ. ഇന്ന് പുള്ളിയുടെ കാലിൽ ഇന്നലെ ഒരു പ്രശ്നം പറ്റി ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എന്നെ ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ബാങ്കിൽ മാനേജറാണ്. എന്നോട് പറഞ്ഞു അവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകണമെന്ന്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇവർക്ക് ഒരു പഞ്ചായത്തിന്റെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടത്തിയിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഇരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ എന്നെ ഓഫീസിൽ ഇരുത്തിയിട്ട് വന്നതാ. കാണാഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചു എവിടെയാണെന്ന് അറിയാം. അപ്പൊ പറഞ്ഞു ഒരു ഓട്ടോ വരും, നീ ഇതിനകത്ത് കയറി ഇനി പോരാ, സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങ് ഹോസ്പിറ്റലിലോട്ട് പോകാന്ന് പറഞ്ഞു. അവിടെ മുളവൻ ഒരു ഡോക്ടറെ എടുത്താ. ഇവിടെ വന്നപ്പോഴാണ് ഈ കൊച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഗതി ഇവിടെ വെള്ളമടിയാണെന്നോ ഈ പെങ്കൊച്ചുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് കേട്ടത്. നീ വീട്ടിൽ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ടാണോ ഞാൻ നിനക്ക് ഇവിടെ ഇവനെ കെയർടേക്കറായിട്ട് വെച്ചേ? ആണോ? ഇവിടെ എന്തെന്ന് വെള്ളം അടിയിൽ സ്ഥിരം ഇത് ഞാൻ 2-3 ദിവസമായിട്ട് പരാതി ഇങ്ങനെ സംസാരിച്ചോ? ഇദ്ദേഹത്തിന് എന്തിനാ നീ വിളിച്ചു വരുത്തിയേ? ഞാൻ എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ രാവിലെ വിളിച്ച് അവൻ സാധനം എടുത്തു. അല്ലല്ലോ, ഒരിക്കലും അല്ല. ഇന്നത്തെ ദിവസം രാവിലെ വിളിച്ചില്ല. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു പണിക്ക് പോകാനായിട്ട് ഇരിക്കുന്ന വ്യക്തിയാ. എനിക്ക് ബാങ്കിൽ നിന്ന് ജോലിക്ക് പോകേണ്ട, ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ അറിഞ്ഞില്ല. ഒരു ഓട്ടോയിൽ വന്ന് ഈ കൊച്ചു പട്ടിയും തുറന്നു വിട്ടിരിക്കുന്നത് എന്തോ സംഗതി എനിക്ക് മനസ്സിലായില്ല സാറേ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ കൊച്ചിനെ സീരിയലിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനെ എനിക്ക് അറിയത്തില്ല സംഭവം എന്തുവാന്ന്. ഈ കൊച്ചു പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാം. ഈ സാധനമായിട്ട് കൂട്ടുകൂടാൻ ഞാൻ എടുത്ത് പറഞ്ഞോ?
എവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം? സുഹൃത്തുക്കൾ. എന്താണ് ബന്ധം? നിനക്കിവിടെ തോന്നിയ ദിവസം കാണിക്കണം ഞാൻ ഈ വീട് എടുത്തിട്ടേക്കുന്നത്. നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ്, നിന്റെ കഥകളൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കാം. നീ വിട്. നിന്റെ അടുത്ത് പലവണ പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പിന്റെ കഥ എനിക്ക് നമ്മള് ഫ്രണ്ട്സ് ആണ് സാർ. ഏത്? ഇവൻ രാവിലെ സാധനം തന്നെ വിളിക്കും. അളിയൻ വാ, ഇയാള് വാ, സാധനം വാ. കൊടുക്കരുത്. ഇയാള് വിളിച്ച് ഇയാളെ കൊടുക്കരുത്. ഇരിക്കുന്ന എന്തിന്? ആ, അവൻ ഇയാള് എന്തിനാ ഇരിക്കുന്നത്? ഇവന്മാരെല്ലാം കണ്ടുപിടിക്കാൻ ഞാൻ നടന്നു. ഇന്ന് ഈശ്വരൻ ഇരുന്നാ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വന്നത്. സാറൊന്ന് മാറ്റിക്കേ. സാറേ എവിടെ ഉള്ളത്? അറിയാമോ നമുക്ക്? ഞാൻ ഈ വീടിന്റെ ഓണർ. ഞാൻ അത് കാണിച്ചു തരാം. ആദ്യം നിങ്ങളെ പേരെന്തോ? നിങ്ങൾ എവിടെ? അത് പറ. വളരെ നീറ്റായ ഒരു മനുഷ്യനായിരുന്നു. ഇപ്പൊ ഈ നിലയ്ക്ക് വില കളയാനായിട്ട് ഇവരെ കൂടെയൊക്കെ കൂടേണ്ട കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ പോയുള്ള പരിചയം. ഞാനിത്തിരി വയ്യാതെ ഹോസ്പിറ്റലായി പോയി, അറിയാമോ? ഇന്ന് വിളിച്ചു പറഞ്ഞ ഓടിപ്പുറത്തായി വരുന്നത്. എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാൻ എന്താ ചെയ്യണം? ഇവിടെ സാറേ ഞാൻ വന്നിട്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഈ പുള്ളി കഥ നിങ്ങൾ ആരാടാ കഥ അടയ്ക്കാൻ? നിങ്ങൾ ആരാടാ പറഞ്ഞ കഥ അടയ്ക്കാൻ? അവൻ സാധനം കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവന്റെ ചെവുപ്പൊക്കെ കൊടുക്കാവോ? എന്നെ തരും. ഹോസ്പിറ്റലിൽ പോകാൻ ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തോണ്ട് വന്നാ നിൽക്കുന്നത്. 1500 രൂപ ഡോക്ടറെ കാണിക്കാൻ പോകാൻ നിൽക്കുന്ന ആൾ ഇയാൾക്ക് സാധനം മേടിച്ചോണ്ട് തന്നോ? ഇയാൾ എവിടുത്തെ പറയും? ഇയാൾ വരുമ്പോ പൊറടുന്ന് വെള്ളം അടിച്ചിട്ടാണ്. ഇയാളെ കൈ കാശ് വേണ്ടി. നീ മോട്ട് ചാടാടുന്ന സാധനം സെക്രട്ടറി, നിങ്ങൾ സെക്രട്ടറി എന്നല്ലേ പറഞ്ഞത്? ഇതാ ഈ കുട്ടി വന്ന് എന്റെ അടുത്ത് കാല് പിടിച്ച് പറഞ്ഞിട്ട് ഇവിടെ കെയർ ടേക്കർ ആയിട്ട് ഇവൻ ദിവസം നീ ഇതൊക്കെ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോ സാർ അപ്പുറം ഇപ്പുറമുള്ളവരോടൊക്കെ തിരക്കണം. അനാശാസ്യം പോലത്തുള്ള പരിപാടികളായിരിക്കും ഇവിടെ നടക്കുന്നത്. ആർക്കറിയാം? സഹോദരിക്ക് സെക്രട്ടറി ജോലി എന്ന് എല്ലാവരും നിക്ക് ജോലി എന്ന് എല്ലാവരും തിരക്കിട്ടാണ്. നിനക്ക് അടിയൊന്നും എനിക്ക് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ജോലി തന്നു. ആവശ്യമില്ല എന്റെ ജോലികൾ എന്തിന് എല്ലാം അടികൊണ്ടാണ്ടല്ലോ. ഞാൻ കൊടുത്താൽ അവരോട് തന്നെ കൂടുതൽ സംസാരിക്കണ്ട. എന്റെ ഭാര്യയുടെ അടുത്താണ് ഇതുപോലെ കാണിച്ചത്. വീട്ടിൽ വന്നിട്ടല്ലേ സംസാരിക്കാടേ ഉണ്ടായേ? ആണോ? നിങ്ങളായിട്ടാണോ വില കെടുത്തത്? നിങ്ങൾ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞല്ലേ ഈ ഇത്രയും നല്ലൊരു എന്റെ സാധനം കളഞ്ഞ അതിന്റെ പൈസ പൊട്ടിക്കല്ലോ എന്റെ പോലെ. അറിയാൻ പറ്റും. സീരിയല് സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമോ ഇത്? ഈ കൊച്ചി നിൽക്കുന്നുണ്ടോ? ഞാനിതൊന്നും അറിഞ്ഞില്ല. നല്ലൊരു കൊച്ചു. നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? കേറ്റുന്നില്ല. പട്ടിയെ സാറ് ഈ ചേച്ചിയും കൂടെ ഞാനും കൂടെ പേടിച്ചു. മുഖം ഒന്ന് നോക്കടാ. ഇവരൊക്കെ നല്ല കുടുംബത്തിൽ എന്നെ ജോലിക്ക് പോലും പാതെ എന്നെ പിടിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ നിർത്തി. ഞാൻ അന്നേരം മുതൽ പറഞ്ഞു ഞാനൊന്ന് പൊയ്ക്കോട്ടെ, എനിക്ക് ബാങ്കിൽ ലോക്കറും മറ്റു സംഭവങ്ങളും എല്ലാം എന്റെ കയ്യിൽ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയാം. അല്ല എനിക്ക് നിന്റെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് വിവരമുണ്ടോ? മുരളി എന്റെ സാധനം എടുത്ത് കളഞ്ഞു. എന്തിന്? നീ പൊമ്മളോട് എന്നെ പോലീസിലായിക്കോടാ. ദേഹത്ത് തൊട്ട പുള്ളിയുടെ വലിയ കുടുംബത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാൻ സംസാരിക്കുന്നേ. നിങ്ങളെ കുടുംബം എനിക്കറിയാം കേട്ടോ. നിങ്ങളെ അച്ഛനെയൊക്കെ എനിക്കറിയാമല്ലോ. അവരടിക്കുന്നില്ല. നീ എന്തെങ്കിലും സാധനം സഹോദരി ഒന്ന് കൊടങ്ങോട്ട് ഒന്ന് കൊടവനെ കൈ വയ്യാതായിപ്പോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ആടി അറിയില്ലടാ. എന്റെ സാധനം എടുത്തുള്ള എന്തുവാടാ കൊറേ നേരം കൊണ്ട് പറയുന്നു നിന്റെ അടുത്ത്? ഒരു വലിയൊരു ആളിനെ നിങ്ങൾ എന്തോ ആൾക്കാർ മുമ്പ് വെച്ച് മാനം കെടുത്താണ് നിങ്ങൾ എന്തോ ദേഷ്യം. നിങ്ങൾ ഈ ഓർത്തോ ഡോക്ടറിനെ കാണാൻ പോയത് ഞാൻ അറിഞ്ഞില്ല എന്റെ പൊന്നു സാറ്. ഇതൊന്നും ഈ പെങ്കൊച്ച് ഇവിടെ നിൽക്കുന്നു. നീ എന്നെ മന്ത്രി വിളിച്ചിട്ട് നീ കിട്ടണം ചേട്ടാ ഒരെണ്ണം. എന്നാ ഞാൻ ചവിട്ടി കൂട്ടി നിനക്ക് ഒരെണ്ണം. നീ എന്നെ പഠിക്കാൻ പറഞ്ഞ കൊറേ നാളുണ്ട് കഴിക്കണം ഞാൻ. നീ എന്തോന്നിടെ കേറി വരുന്നത്? ചേച്ചി എന്റെ കൈ വയ്യാതാ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഇവിടെ എന്റെ മദ്യമാണ്. ഇയാൾക്ക് നാളെ മദ്യം വേണമെന്നുണ്ടെങ്കിൽ ഇയാളെ ബോധത്തോട് കൂടി എന്റെ വീട്ടിൽ വാ. എത്ര ലക്ഷം രൂപയുടെ മദ്യം വേണം? വേണ്ട. കുടിക്കും. പക്ഷേ ഒന്നും ഇന്ന് കുടിച്ചിട്ട് സൗകര്യപ്പെടുത്തില്ലേ? ഇയാൾ കുടിച്ചു ചോണ
ഞാൻ കുടിച്ചെല്ലാം നീ വീട്ടിൽ ഇറങ്ങൂല. നിക്ക് സൗകര്യം വരണം സെക്രട്ടറി വരണം അവിടെ തുറന്നിടണ്ട ആരും ഒന്നും നിങ്ങളെ ഉപദേശിക്കും ഞാനാ വന്നേക്കുന്നത് എടാ നിന്നെ ചേട്ടാ എന്തെങ്കിലും വിഷയം നീ ഇവിടെ ഉണ്ടാക്കിയാൽ ഇന്നത്തോടെ നിന്റെ ജോലിയും പറഞ്ഞു വിടും സി എ വരുമ്പോഴത്തേക്ക് പിടിച്ചാൽ കുടിച്ചിട്ടല്ല ഏയ്, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കരുത്. എന്തായാലും ചെയ്യോ വന്ന് ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല, ഇവനെ കൊന്നിട്ട് പോകും. നീ കുടിടാ. നീ ബൈക്ക് പറഞ്ഞാലും കുടിയടാ. കുടിക്കാതെ നീ പോവില്ല. ചേട്ടാ പ്ലീസ് വണ്ടി വന്ന് എടാ അടിക്കും വണ്ടി വന്നു കൊടുത്തോ ഞാൻ വന്നു എന്റെ മദ്യം പാതി കളഞ്ഞു ഞങ്ങൾക്ക് മദ്യം ഞാൻ മേടിച്ചു എന്തോ സിനിമ നീ കുടിച്ചിട്ടില്ല. ചേട്ടാ ഇയാളെ ശരീരത്തിൽ ശ്ശെ. ചേച്ചി പറഞ്ഞു കൊടുത്തോ ചേച്ചി എന്നെ എനിക്ക് നാളെ ഇയാളെ കൊണ്ടുവന്ന് കാണിക്കാൻ. നിനക്ക് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിന്നെ അയ്യോ കിട്ടിയോ നിനക്ക് കിട്ടിയോ ഞാൻ കൊല്ലും. വന്ന് വേണ്ട ഞാൻ പറഞ്ഞോ വന്ന് ഇനി മേനൻ ഇവിടെ നരിയുടെ പരിപാടിയായിരിക്കും ഇതല്ലയോ? അതാ ഞാൻ പറയാൻ വന്നത് മെൻസ് വേൾഡ് ബാൽഡാമൂരം ആൻഡ് നെയ്യാറ്റിങ്ങൾ നൽകുന്ന സമ്മാനം ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം